കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപക ക്രമക്കേട്. ഇല്ലാത്ത വീട്ടു നമ്പറിൽ 83 വോട്ടർമാരാണ് ഉള്ളത്. 83 താമസക്കാരിൽ 50-ലധികം പേർ ഇതര സംസ്ഥാനക്കാരാണ്. 83 ആളുകൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ പ്രദേശത്ത് ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. റാഫി, ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ സജീവമായി ചർച്ചകൾ, ആരോപണങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ ഉയരുന്നതിനിടയിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ് റാഫി? റീജിത്ത്, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ വർഷം 7-ാം മാസം 23-ാം തീയതി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയാണ്. മുണ്ടൻവേലി ഈസ്റ്റ് ഭാഗം, അതായത് പുതിയ കണക്കുകൾ അനുസരിച്ച് 68-ാം ഡിവിഷനിലാണ് കോർപ്പറേഷൻ പരിധിയിൽ ഈ ഭാഗം വരുന്നത്. ഇത് പ്രകാരം പ്രസിദ്ധീകരിച്ച ഈ വർഷം 7-ാം മാസം പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ വോട്ടർ പട്ടിക പ്രകാരം 1163 താമസക്കാരാണ് ഈ ഭാഗത്തുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അതിലാണ് ഒരു പേരിൽ, ഒരു വീട്ടു നമ്പറിൽ 83 താമസക്കാരുള്ളത്. ഈ 83 താമസക്കാരുള്ള 2553 എന്ന വീട്ടു നമ്പർ, അങ്ങനെ ഒരു നമ്പർ ഈ പ്രദേശത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളോടൊപ്പം ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുണ്ട്, ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്. അവരോട് തന്നെ ഈ വിവരം നമുക്ക് ചോദിക്കാം. നിങ്ങൾ നടത്തിയ പരിശോധനയിൽ എന്താണ് കണ്ടെത്തിയത്? ഞങ്ങളിവിടെ പരിശോധന നടത്തിയപ്പോൾ 25-ൽ 53 ഹൗസ് നമ്പറിൽ 83 നമ്പർ കാണാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ശരിക്കുള്ള അഡ്രസ്സ് ഏതാണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആ നമ്പർ ഇല്ല. ഇവിടെ പല വീടുകളിൽ അന്വേഷിച്ച് 25-ൽ 22/6/25-53 നമ്പർ വീട് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ 83 വോട്ടർമാരുണ്ട്. ആ ഹൗസ് നമ്പറിൻ്റെ ഒറ്റ ഹൗസ് നമ്പറിൽ 83 വോട്ടർമാരുണ്ട്. അതിനകത്ത് ഈ വോട്ടർമാരിൽ ഈ പ്രദേശത്തുള്ള ആരെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് അതിനടുത്ത സ്ഥലങ്ങളിലെ ആൾക്കാരെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. കോളനിയിൽ താമസിക്കുന്ന സാന്തം കോളനിയിലുള്ള 4-5 പേരെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ബാക്കി ആരെയും അറിയില്ല. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ ഏകദേശം ഒരു 7 വർഷത്തോളമായി ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ചേട്ടാ, ഇങ്ങനെ ഒരു വീട്ടു നമ്പർ ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ 83 പേര് താമസിക്കുന്ന ഏതെങ്കിലും വീട് ഈ ഭാഗത്തുണ്ടോ? അങ്ങനെ ഒരു വീട് ഇവിടെ ഇല്ല. പ്രതീക്ഷാനഗറിൽ എന്ന് വെച്ചാൽ ഒരുവിധപ്പെട്ട വീടുകളൊക്കെ എനിക്കറിയാവുന്നതാണ് ഈ കോളനിയിലുള്ള. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ലെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഈ ചേട്ടൻ്റെ വീട് നമ്പർ എത്രയാ? എൻ്റെ വീട് 2568. ഈ പരിസരത്ത് അത്ര വലിപ്പമുള്ളൊരു കെട്ടിടമോ അല്ലെങ്കിൽ വീടോ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വാടകയ്ക്ക് കൊടുത്തേക്കുന്ന വീടുകൾ ഒരുപാടുണ്ട്. പക്ഷേ അവിടെയൊന്നും ഇങ്ങനെയുള്ള ഈ ആൾക്കാരുടെ പടമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആൾക്കാരില്ല ഇവിടെ. ഈ വീട്ടു നമ്പർ ഏതെങ്കിലും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? വീട്ടു നമ്പർ ഇവിടെ അന്വേഷിച്ചിട്ട് കണ്ടില്ല. അത് 2553 അല്ലേ? തീർച്ചയായും ഇവർ പറയുന്നത് പോലെ തന്നെ ഈ താമസക്കാരും തന്നെ ഇത്തരത്തിലൊരു 2553 എന്നൊരു വീടും കണ്ടെത്തിയിട്ടില്ല. 83 പേർക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു വീടും ഈ പ്രദേശത്തില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് 2554-ാം നമ്പർ വീടാണ് ഈ ദൃശ്യത്തിൽ കാണുന്നത്. അതിൻ്റെ മുകൾ നിലയ്ക്ക് 2554A എന്നാണ് നമ്പർ നൽകിയിരിക്കുന്നത്. അതിന് തൊട്ട് സമീപം 2555 ഉണ്ട്, 56 ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറ ഭാഗത്ത് 2552, 2551 ഈ നമ്പറുകളെല്ലാം കണ്ടെത്താൻ ഈ പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ 2553 എന്നൊരു നമ്പർ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ നമ്പറിലാണ് ഏകദേശം 83 ആളുകളുടെ വോട്ട് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതായത് 83 ആളുകളിൽ 50-ലധികം പേർ ഇതര സംസ്ഥാനക്കാരാണ്. ബാക്കിയുള്ള ആളുകളാണ് മലയാളികളുള്ളത്. ഈ മലയാളികളുള്ള ആളുകളുടെ വിശദമായ അഡ്രസ്സും ഈ വോട്ടർ പട്ടികയിലില്ല. വീട്ടുപേരുകൾ വോട്ടർ പട്ടികയിൽ പലതുമില്ല. ഉള്ള വീട്ടുപേരുകളൊന്നും തിരിച്ചറിയാനും ഈ നാട്ടിലുള്ള ആളുകൾക്ക് കഴിയില്ല. ആ നിലയിലുള്ള ക്രമക്കേടാണ് ഈ വോട്ടർ പട്ടികയിലുള്ളത് കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ സംഭവിച്ചിരിക്കുന്നത്. റാഫി, വളരെ വിചിത്രമായ കണക്കുകളാണത്. ഇല്ലാത്ത വീട്ടു നമ്പർ, അതിൽ 83 വോട്ടർമാർ, ആ 83 താമസക്കാരിൽ 50-ലധികം പേർ ഇതര സംസ്ഥാന തൊഴിലാളികൾ. എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? നമ്മുടെ ഒരു പ്രാഥമികമായ പരിശോധനയിൽ മനസ്സിലാക്കിയത് എന്താണ്? അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വന്നിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എങ്ങനെ ഏറ്റെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അവരുടെ ഒരു തുടർ നടപടി എന്നുള്ള നിലയിലൊക്കെ അവർ വിശദീകരിക്കുന്നത് എന്താണ് റാഫി? രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ കടന്നത്. ആ അന്വേഷണത്തിലാണ് കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ ഇത്തരത്തിൽ വ്യാപകമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ കണ്ടെത്തുന്നത്. ഈ ക്രമക്കേടുകളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ഇതിനോടകം തന്നെ ഉദ്യോഗസ്ഥർക്ക് പരാതിയായി കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ കോൺഗ്രസ് പ്രവർത്തകർ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ മാത്രമല്ല, ഈ കോർപ്പറേഷൻ പരിധിയിലെ മറ്റു ഡിവിഷനുകളിലും ഈ നിലയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിലുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ ഈ പ്രവർത്തകർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. വോട്ടർ പട്ടികയുമായി
പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച വീഴ്ചയാണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഈ പ്രവർത്തകർ ഈ വിവരങ്ങൾ കണ്ടെത്തിയ ആളുകൾ പരാതിയെ ഉന്നയിക്കുന്നത്. കാരണം നേരിട്ടെത്തി പരിശോധന നടത്താതെ ആളുകളെ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിച്ച് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിലാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിരിക്കാം എന്നുള്ളതാണ് ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ ഡിവിഷൻ ഒരു മാസം മുൻപാണ് പുനർനിർണയിച്ച് ഈ പുതിയ ഭാഗം 68ാം ഡിവിഷനാക്കി 22ാം ഡിവിഷനെ വിഭജിക്കുന്നത്. അപ്പോഴും 7ാം മാസം പ്രസിദ്ധീകരിച്ച കണക്കുകളിൽ 22ാം ഡിവിഷനിലെ 83 ആളുകൾ താമസിക്കുന്ന ഒരു വീട്ടു നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ വീഴ്ച അത് തിരിച്ചറിയാൻ ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് പരിശോധിച്ച ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ പ്രദേശത്തെ മറ്റു സ്ഥലങ്ങളിലും ഇതേ സ്ഥിതിയുണ്ട്. ഒരു വീടിൽ 450 സ്ക്വയർ ഫീറ്റ് മാത്രം വലിപ്പമുള്ള ഒരു വീടിൽ 35 ആളുകളുടെ പേരുകളാണ് വോട്ടർ പട്ടികയിലുള്ളത്. ആ വീടും നമ്മൾ നേരത്തെ സന്ദർശിച്ചിരുന്നു. ആ വീട്ടിൽ 2 പേരാണ് താമസക്കാരായുള്ളത്. അവരെ കൂടാതെ 33 ആളുടെ പേരുകൾ കൂടി. ശരി, ഇവിടെ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ പട്ടികയിലുമൊക്കെ ഇത്തരത്തിലുള്ള വലിയ ക്രമക്കേടുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, പ്രാദേശിക നേതാക്കളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. റാഫി കരീം വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.